ഹായ് സുഹൃത്തുക്കളെ, ഈ മാസം 15-ാം തീയതി തൊട്ട് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ്. അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണെന്ന് ഇപ്പോൾ സർക്കാർ പറയുന്നു. നല്ല കാര്യമാണ്, അതിനൊന്നും നമ്മൾ എതിരില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അത് ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണവും ദോഷവും പരിഹരിച്ചൊരു തീരുമാനമായിരുന്നു വേണ്ടുന്നത്. വളരെ ആലോചിച്ച് വളരെ ധൃതി പിടിക്കാതെ ചെയ്യേണ്ട ഒരു തീരുമാനമായിരുന്നു. ഇപ്പോൾ ഉദാഹരണം, ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്, വടശ്ശേരിക്കരയാണ് താമസം. എൻ്റെ നാട്ടിൽ കൂടി, പ്രത്യേകിച്ച് വടശ്ശേരിക്കര ചിറ്റാർ റൂട്ടിൽ മണിയാർ ചിറ്റാർ റൂട്ടിൽ വിരളെണ്ണാൻ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് ഓടുന്നത്. അതായത് വെളുപ്പിനെ 4:30 ഒരു ഓർഡിനറി ബസ് അങ്ങ് എറണാകുളത്തിന് പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ള സ്ത്രീകൾ വെളുപ്പിനെ 4:30 ബസ്സിന് കയറണമെന്നുണ്ടെങ്കിൽ, അല്ല, സുഖത്തോട്ടിൽ നിന്ന് 4 മണിക്ക് വിടുന്ന ബസ്സാണ്. അപ്പോൾ രാത്രി 1 മണി 2 മണിയാകുമ്പോൾ ഉണർന്നിരുന്ന് യാത്ര ചെയ്യേണ്ടി വരും, സൗജന്യം പ്രതീക്ഷിച്ച് പോകുന്നവർ. അപ്പോൾ ഒന്നുകിൽ ഓർഡിനറി ബസ്സുകൾ ധാരാളമായിട്ട് എല്ലാ റൂട്ടിലും ഇടണം. ഇപ്പോൾ ഉദാഹരണം, വടശ്ശേരിക്കരയിൽ നിന്ന് റാന്നിക്ക് ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ല. അപ്പോൾ അഥവാ ഒരു മുറിയോ ഉണ്ടെങ്കിൽ സമയത്ത് പോകാനോ വരാനോ ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഓരോ റൂട്ടിലും ഓർഡിനറി ബസ്സുകൾ വേണം. അത് അങ്ങനെ ഒരു വിഷയം. 2, അത് സാമ്പത്തിക മാനദണ്ഡം വെക്കേണ്ടതായിരുന്നു. കുട്ടികൾക്ക് സൗജന്യം വെച്ചുകൊണ്ട്, അതുകൂടാതെ ഒരു 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കുമായിരുന്നു കുറെ കൂടെ ഭംഗി. അപ്പോൾ മൊത്തം സ്ത്രീകളെ വെച്ചപ്പോൾ 50,000 1 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാരും സ്വകാര്യ മേഖലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആയിട്ടുള്ള വനിതകൾ, അവർ ഫ്രീ ആയിട്ടായിരിക്കും പോകുന്നത്. ഇപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റിലേക്ക് ജോലിക്ക് വരുന്ന എല്ലാവരും സൗജന്യ യാത്രക്കാരാവും. അപ്പോൾ നമ്മുടെ ഖജനാവിന് എന്ത് വരുമാനമാണ് കിട്ടുന്നത്? ഗവൺമെൻറ് പറയുന്ന 700 കോടി രൂപയാണ് ഇതിനെ മാറ്റി വെച്ചിരിക്കുന്നതെന്ന്. ഞങ്ങളൊരു 2,000 കോടി കൂടി ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 700 കോടി. ഈ 2,000 കോടി രൂപ എന്തിനു കൊടുക്കുന്നു? ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ KSRTCയെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അല്ലാതെ ജനങ്ങൾക്ക് സൗജന്യ യാത്ര ചെയ്തത് കൊണ്ടൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ 700, അപ്പോൾ അതിനകത്തും വലിയ തട്ടിപ്പൊക്കെ ഭാവിയിൽ വരാൻ